കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രസ്റ്റ് ഈസ് ഹോൾഡിംഗ് പ്രോപ്പർട്ടി wholly for charitable purpose in India earned rupees 2 lakh during 2021-22 but received only rupees 1,50,000 out of such income in 2021-22. Out of rupees 1,50,000 it is set a part or rupees 30,000 to be used for charitable purpose in future and spend rupees 1,20,000. In 2022-23 the trust received rupees 50,000 accrued income and spent rupees 30,000 in 2022-23 and rupees 20,000 in 2023-24 for charitable purpose in India. Compute the income chargeable to tax if any for the previous years 2021-22, 22-23 and 23-24. ഇതാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം 2023-24 ആണ് പ്രീവിയസ് ഇയർ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇൻകം ഓഫ് ദി ട്രസ്റ്റ് മൊത്തത്തിൽ തന്നിട്ടുള്ളത് എത്രയാണ്? ഇൻകം ഓഫ് ദി ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 2 lakh ആണ്. ഓക്കെ, ഇൻകം ഓഫ് ദി ട്രസ്റ്റ് തന്നത് 2 lakh ആണ്. ടോട്ടലി എമൗണ്ട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങളെ പാരഗ്രാഫിൽ പറയുന്നത് എത്രയാണ്? 2 lakh ആണ്. ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ബട്ട് റിസീവ്ഡ് ഓൺലി 1,50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1,50,000 മാത്രമാണ് റിസീവ് ചെയ്തത്. ബാക്കി 1,50,000 അക്രൂഡ് ഇൻകം റിസീവ് ചെയ്യുന്നത് എപ്പോഴാണ്? 2022-23 റിസീവ് ചെയ്യുന്നത് 50,000. ആ എമൗണ്ടിന് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, അതായത് ലെസ് എമൗണ്ട് റിസീവ്ഡ് ഇൻ 2022-23 എത്രയാണ്? 50,000 ആണ്. ഇതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,50,000 കിട്ടും. ഇനി ട്രസ്റ്റിന്റെ കേസിൽ നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ആ ഇൻകത്തിന്റെ 15% നമ്മൾ സെറ്റ് അപ്പാർട്ട് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ലെസ് അക്യുമുലേഷൻ ഓഫ് എന്താണ് ഇൻകം എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് സെറ്റ് അപ്പാർട്ട് ഫോർ ഫ്യൂച്ചർ എന്നും പറഞ്ഞിട്ടുള്ളതാണ് 15%. അതായത് 2 ലക്ഷമാണ് നമ്മുടെ ഇൻകം. ഈ 2 ലക്ഷത്തിന്റെ 15% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2 ലക്ഷത്തിന്റെ 15% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30,000 എന്ന് കിട്ടും. ഈ 30,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 1,20,000 എന്ന് കിട്ടും. ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇവിടെ സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് എന്നും പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടുണ്ട്? 1,20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്? 1,20,000 ആണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ടാക്സബിൾ ഇൻകം എന്തായിരിക്കും? ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ 1,20,000 ചാരിറ്റബിൾ പർപ്പസിന് കൊടുക്കുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നില്ലാണ്. ടാക്സബിൾ ഇൻകം ഇല്ല. ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 2022-23 പിന്നെ അതേപോലെ തന്നെ 21-22 ഈ കാലയളവിലൊക്കെ ടാക്സ് ലാബിലിറ്റി കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ടെസ്റ്റ് ഈസ് നോട്ട് ലാബിൾ ടു പേ ടാക്സ് ഇൻ ദി പ്രീവിയസ് ഇയർ 2021-22, 22-23 ആൻഡ് 23-24 എന്നുള്ള രീതിയിൽ സ്റ്റഡിയിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. കാരണം ഇവിടെ ഒന്നും എന്തില്ല, ഇൻകം ആയിട്ട് ഒരു പ്രീവിയസ് ഇയറിലും വരുന്നില്ല ടാക്സബിൾ ഇൻകം ആയിട്ട്. അതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ എന്താണ്? ടാക്സബിൾ ഇൻകം നില്ലെന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.